നമസ്കാരം. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ച ഉഭയകക്ഷി ബന്ധങ്ങളിലെ പുതിയൊരു സംഘർഷാധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ റഷ്യയ്ക്ക് ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുവാൻ യുക്രൈൻ നിർബന്ധമായും തയ്യാറാകണമെന്ന് ട്രംപ് നിർബന്ധം പിടിച്ചതോടെയാണ് കൂടിക്കാഴ്ച വാഗ്വാദങ്ങൾക്ക് വഴിമാറിയതെന്ന് യോഗത്തിൽ പങ്കെടുത്ത യൂറോപ്യൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. നിലവിലെ യുദ്ധരേഖകളിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനെ പിന്നീട് ട്രംപ് അംഗീകരിച്ചുവെങ്കിലും ചർച്ചയ്ക്കിടെ അദ്ദേഹം പലതവണ അക്ഷമനാവുകയും ശബ്ദമുയർത്തുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. ഈ കൂടിക്കാഴ്ച റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ സമീപനങ്ങളിലെ ഏറ്റവും പുതിയതും ശ്രദ്ധേയമായ ഒരു മാറ്റമായിരുന്നു. കഴിഞ്ഞ മാസം ന്യൂയോർക്കിൽ വെച്ച് സെലൻസ്കിയെ കണ്ടപ്പോൾ റഷ്യ കൈവശപ്പെടുത്തിയ എല്ലാ പ്രദേശങ്ങളും യുക്രൈന് തിരിച്ചു പിടിക്കുവാൻ സാധിച്ചേക്കുമെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ബുഡാപെസ്റ്റിൽ വെച്ച് മറ്റൊരു ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ മനം മാറ്റം. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയുടെ തലേന്ന് പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് സംഘർഷം അവസാനിപ്പിക്കണമെങ്കിൽ യുക്രൈൻ വലിയ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് ട്രംപ് നിർബന്ധം പിടിച്ചത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപ് യുക്രൈനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ വിജയിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തും സംഭവിക്കാം. യുദ്ധം വളരെ വിചിത്രമായ ഒന്നാണ്. ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിക്കാം, ഒരുപാട് നല്ല കാര്യങ്ങളും സംഭവിക്കാം. യുക്രൈന് വിജയിക്കാൻ കഴിയുമെന്ന് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, എന്നാൽ അവർ അത് ചെയ്യുമെന്ന് കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വൈറ്റ് ഹൗസ് യോഗത്തിൽ ട്രംപിന്റെ നിലപാടിനെ കുറിച്ച് നിരാശ പ്രകടിപ്പിച്ച സെലൻസ്കി തുടർന്ന് യൂറോപ്യൻ നേതാക്കളെ വിളിച്ചു വരുത്തി സ്ഥിതിഗതികൾ വിശദീകരിച്ചതായി യൂറോപ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുക്രൈനിയൻ വൃത്തങ്ങൾ ഈ കൂടിക്കാഴ്ചയെ സംഘർഷഭരിതം എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും തർക്കങ്ങളോ ശബ്ദമുയർത്തലോ ഉണ്ടായിട്ടില്ലെന്നും ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്നും അറിയിച്ചു. കാരണം നിലവിലെ യുദ്ധരേഖകളിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ട്രംപിന്റെ അന്തിമ നിലപാടിനെ സെലൻസ്കി പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അംഗീകരിക്കുകയാണ് ചെയ്തത്. ട്രംപിന്റെ നയം മാറ്റത്തിനുള്ള പ്രധാന കാരണം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് തന്റെ മുൻഗണനകളിൽ ഒന്നാക്കി അദ്ദേഹം മാറ്റിയതാണ്. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുവാൻ ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചതിന് പിന്നാലെയാണ് ട്രംപ് ഈ വിഷയം ഏറ്റെടുത്തത്. യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ട്രംപ് വെള്ളിയാഴ്ചത്തെ കൂടിക്കാഴ്ചയിൽ ഊന്നിപ്പറഞ്ഞതായി യൂറോപ്യൻ ഉദ്യോഗസ്ഥർ പറയുന്നു. സെലൻസ്കിയുമായി സംസാരിക്കുന്നതിന് ഒരു ദിവസം മുൻപ് പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ യുക്രൈൻ കിഴക്കൻ ഡോൺബാസ് പ്രദേശം റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരമായി തെക്കൻ ഖേർസൺ, സപ്പോരിഷ്യ മേഖലകളിലെ റഷ്യൻ നിയന്ത്രണത്തിലുള്ള ചില ഭാഗങ്ങൾ കൈമാറണമെന്ന ഒരു നിർദ്ദേശം പുടിൻ മുന്നോട്ട് വച്ചതായി യൂറോപ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുടിൻ ഓഗസ്റ്റിൽ അലാസ്കയിൽ വെച്ച് ട്രംപുമായി നടത്തിയ ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടതിനേക്കാൾ അല്പം കുറഞ്ഞ ഒരു ആവശ്യമായിരുന്നു ഇത്. എങ്കിലും യുക്രൈന് ഇത് വലിയ ഭൂമി നഷ്ടമാണ് വരുത്തിവെക്കുക. ട്രംപ് ഡോൺബാസ് മേഖല മുഴുവൻ വിട്ടുകൊടുക്കുവാൻ സെലൻസ്കിയോട് ആവശ്യപ്പെട്ടു എന്ന വാദം പിന്നീട് നിഷേധിച്ചു. എന്നാൽ നിലവിലെ യുദ്ധരേഖകളിൽ വെച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. യുദ്ധം നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെയാണ് താൻ പരിഗണിക്കുന്നതെന്നും കൂടുതൽ നാശനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നത് ഒഴിവാക്കണമെങ്കിൽ ഇരുപക്ഷവും ഒത്തുതീർപ്പിൽ എത്തേണ്ടതുണ്ടെന്നും ട്രംപ് പറഞ്ഞതായി US ഉദ്യോഗസ്ഥർ പറയുന്നു. ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച സംഘർഷഭരിതവും ചില സമയങ്ങളിൽ അസുഖകരവും ആയിരുന്നുവെന്ന് മുമ്പ് CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. യുക്രൈൻ ആവശ്യപ്പെടുന്ന ദീർഘദൂര മിസൈലുകൾ നിലവിൽ ലഭിക്കുവാൻ സാധ്യതയില്ലെന്ന് ട്രംപ് സെലൻസ്കിയെ അറിയിച്ചിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിന്റെ ഈ ഘട്ടത്തിൽ ട്രംപ് ആവശ്യപ്പെടുന്ന ഭൂമിപരമായ വിട്ടുവീഴ്ചകൾ ചരിത്രപരമായ ഒരു വസ്തുതയെ ഓർമ്മിപ്പിക്കുന്നതാണ്. 1938 മ്യൂണിക് ഉടമ്പടി യൂറോപ്യൻ ചരിത്രത്തിൽ സമാനമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചത്. അന്ന് യുദ്ധം ഒഴിവാക്കുന്നതിനായി ബ്രിട്ടനും ഫ്രാൻസും ചെക്കോസ്ലോവേക്കിയയുടെ ചില പ്രദേശങ്ങൾ നാസി ജർമ്മനിക്ക് വിട്ടുകൊടുക്കാൻ നിർബന്ധിച്ചു. ഇത് അന്ന് സമാധാനം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഏതാനും മാസങ്ങൾക്കകം ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്യ മുഴുവൻ കൈവശപ്പെടുത്തുകയും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ ചരിത്രപരമായ പാഠം എതിരാളിക്ക് ഭൂമി വിട്ടുകൊടുക്കുന്നത് ദീർഘകാല സമാധാനം ഉറപ്പാക്കുമോ എന്ന ചോദ്യം വീണ്ടും ഉയർത്തുന്നു. യുക്രൈന്റെ കാര്യത്തിൽ റഷ്യയുടെ നിലവിലെ ആവശ്യം തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുവാനുള്ള തന്ത്രമാണോ അതോ യഥാർത്ഥത്തിൽ സമാധാനം ലക്ഷ്യമിട്ടാണോ എന്ന് വീണ്ടും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.